ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഉർവശി നീ പറയുന്നേ? അങ്ങനെയാണോ നിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്? നീ ഇല്ലാതാവുന്നതിനെ കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ചില സാഹചര്യങ്ങൾ മുന്നിൽ വരുമ്പോ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള നേരാ. അതെങ്ങനെയാ? ഇലക്ട്രീഷ്യനോട് വന്ന് നോക്കാൻ പറയാം. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പെട്ടെന്ന് കൊണ്ടുപോകും. ആ പെട്ടെന്ന് കൊണ്ടുപോകും. സർ, ഇദ്ദേഹം പൂളിൽ ഇറങ്ങിയതാ. ഷോക്ക് ഉണ്ടായിരുന്നെന്നാ പറയുന്നേ. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇലക്ട്രീഷ്യനോട് വന്ന് നോക്കാൻ പറയാം. രാധിക, താനെന്താ പൂളിൽ ഇറങ്ങാതിരുന്ന്? അതോ, ഞാൻ ഇറങ്ങാൻ തുടങ്ങിയതാ. അപ്പോഴും ഒരു മയിൽപ്പീലി കാറ്റത്ത് പറന്നു വരുന്ന കണ്ടത്. അതാദ്യം ഒരു സ്ഥലത്ത് വീണു, പിന്നെ കാറ്റടിച്ച് ഇവിടെ വരെ എത്തി. എന്താ വരുൺ, എന്തെങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. താൻ എപ്പോഴും പറയാറില്ലേ തന്റെ ഭഗവാന്റെ ശക്തിയെക്കുറിച്ച്? അതിപ്പോ എനിക്ക് ബോധ്യമായി. എങ്ങനെ? ഈ മയിൽപ്പീലി ഉണ്ടല്ലോ, അത് ഭഗവാന്റെ സന്ദേശമായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ എന്താ വരുൺ? സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൽ ഷോക്ക് ഉണ്ടായിരുന്നു. താൻ മാറിയ ശേഷം അതിനകത്ത് ചാടിയ ഒരാൾക്ക് ഷോക്ക് അടിച്ചു. കാത്തു രക്ഷിച്ചത് തന്നെയാ. അതെ വരുൺ, അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു മയിൽപ്പീലി വരേണ്ട കാര്യമില്ലല്ലോ. ഇതെന്റെ കണ്ണും കാണിച്ചെന്നാ തന്നെയാ. നന്നായി, ഭഗവാൻ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഞാൻ നന്നായിട്ട് പേടിച്ചു കയറും. അതെ, നിങ്ങളുടെ പേഷ്യന്റിന് ബോധം വീണിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊന്നും ഡോക്ടറെ കാണാൻ പറ്റുമോ? ഡോക്ടർ അകത്തുണ്ട്. നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വരും. ഡോക്ടർ, കൂടുതൽ പരീക്ഷിക്കപ്പെട്ടില്ല. ഉർവശി ഓക്കെയാണ്. പോയി കാണുന്നോണ്ട് വിരോധമൊന്നുമില്ല. കൂടുതൽ സംസാരിപ്പിക്കണ്ട. ഡോക്ടർ. ഉർവശി, 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 ഉർവശി.
നിന്റെ ഉള്ളിൽ വിഷം കടന്നുകൂടിയത്? നീ എപ്പോഴാ കണിമംഗലത്തെത്തിയത്? നീ അവിടെ ഗാർഡന്റെ അകത്ത് വീണ് കിടക്കുന്നതാ ഞങ്ങൾ കണ്ടത്. നീ എപ്പോ വന്നു എന്ത് സംഭവിച്ചു ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോഴും കണ്ടീഷൻ വളരെ മോശമായിരുന്നു. മാരകമായ എന്തോ വിഷം വയറ്റിലെത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. പറയൂ ചെറിയമ്മേ, എന്താ സംഭവിച്ചേ? ചെറിയമ്മ പേടിക്കണ്ട. ആരെങ്കിലും ചെറിയമ്മയെ ചതിച്ചതാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ടാ ചോദിക്കുന്നേ. ചെറിയമ്മ, കണിമംഗലത്ത് നിന്ന് ഇറക്കി വിട്ടാലും ചെറിയമ്മയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഇനി ഒരിക്കലും കണിമംഗലത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ട് മരിക്കാൻ തീരുമാനിച്ചതാണല്ലേ? കണിമംഗലത്ത് നിൽക്കുന്ന അന്തസ്സിനെ കുറിച്ചും അവിടെയുള്ളവരുടെ സ്നേഹത്തെക്കുറിച്ചും ചെറിയമ്മ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിടത്തെ എനിക്ക് മടുത്തു. എനിക്ക് ആരും ഇല്ലതായില്ലേ? ചന്ദ്രേട്ടന്റെ ഗൗതമിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എല്ലാവർക്കും ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എല്ലാരും എനിക്ക് ഇഷ്ടമായിരുന്നു. നിങ്ങൾക്കതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഉർവശി, കണിമംഗലത്ത് പ്രവേശനമില്ലാതെ പുറത്ത് യാചിച്ച് നടക്കുന്നതിനേക്കാൾ മരണം സ്വീകരിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. കൊണ്ടുവന്നപ്പോ ഡോക്ടറോട് പറയായിരുന്നില്ലേ എന്നെ എങ്ങില്ലാതാക്കിക്കൊള്ളാൻ? എന്താ ഉർവശി നീ പറയുന്നേ? അങ്ങനെയാണോ നിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്? നീ ഇല്ലാതാവുന്നതിനെ കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ചില സാഹചര്യങ്ങൾ മുന്നിൽ വരുമ്പോ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള നേരാ. ഇനി ഒരിക്കലും കണിമംഗലത്ത് ആരോടും ഞാനൊരു തെറ്റും ചെയ്യില്ല.